ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. യുഎഫ ചാമ്പ്യൻസ് ലീഗിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ബൊറൂസിയ ഡോർട്ട്മുണ്ടിനെ പരാജയപ്പെടുത്തി റയൽ മാഡ്രിഡ് 15ാം തവണയും യുഎഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയിരുന്നു. ഇംഗ്ലണ്ടിലെ വെംബ്ലി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് റയൽ മാഡ്രിഡിന്റെ വിജയം. ആദ്യ പകുതിയിൽ ഇരു ടീമുകളും ഗോളൊന്നും സ്കോർ ചെയ്തിരുന്ന രണ്ടാം പകുതിയിൽ കാർവജാലാണ് ഈ റയൽ മാഡ്രിഡിന് വേണ്ടി ഒരു രക്ഷകനായി എത്തിയത്. കൂടാതെ വിനീഷ്യസ് ജൂനിയറും ഈ ഒരു മത്സരത്തിൽ ഗോൾ സ്കോർ ചെയ്തിരുന്നു. വിനീഷ്യസ് ജൂനിയറിന്റെ ഈ സീസണിലെ 2023-24 സീസണിലെ ചാമ്പ്യൻസ് ലീഗിലെ 6ാമത്തെ ഗോളാണ്. അദ്ദേഹം 10 മത്സരങ്ങളിൽ നിന്നും 6 ഗോളും 4 അസിസ്റ്റും ഉണ്ട്. കാർവജാലാണ് ഈ സീസണിൽ ഡിഫൻസിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമാണ്. അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ റയൽ മാഡ്രിഡിന് അത്യാവശ്യം എന്ന നിലയിലെ ആ ഒരു നിർണായക ഘട്ടത്തിൽ തന്നെയാണ് കാർവജാലിന്റെ ഒരു ഗോൾ വന്നിട്ടുള്ളത്. എന്നാലും യുഎഫ ചാമ്പ്യൻസ് ലീഗ് 15ാം തവണയും റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയിരിക്കുന്നു. കഴിഞ്ഞ തവണ യുഎഫ ചാമ്പ്യൻസ് ലീഗിൻ സെമി ഫൈനലിൽ മാഞ്ചസ്റ്റർ സിറ്റിയോട് പരാജയപ്പെട്ട് ഫൈനൽ കാണാതെ പുറത്തായിരുന്നു. പക്ഷേ പൂർവാധികം ശക്തിയോടെയാണ് ആൻസലോട്ടിയുടെ കീഴിൽ ഇത്തവണ യുഎഫ ചാമ്പ്യൻസ് ലീഗിൽ അവർ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഇത്തവണ റയൽ മാഡ്രിഡിന് അർഹതപ്പെട്ട ഒരു കിരീടം തന്നെയായിരുന്നു യുഎഫ ചാമ്പ്യൻസ് ലീഗ്. എന്തായാലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു 15ാം തവണയും യുഎഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയിരിക്കുകയാണ് റയൽ മാഡ്രിഡ്. വിനീഷ്യസ് ജൂനിയർ ഒക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. റോഡ്രി കൂടാതെ കാർവജാലും ടോണി ക്രൂസും ഒക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നു. ഈ ഒരു 15ാം തവണ യുഎഫ ചാമ്പ്യൻസ് ലീഗ് റയൽ മാഡ്രിഡ് കിരീടം നേടിയതോട് കൂടിയിട്ട് ടോണി ക്രൂസ്, ലൂക്ക മോഡ്രിച്ച്, നോച്ച അതുപോലുള്ള താരങ്ങൾക്കൊക്കെ 6 തവണ യുഎഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടി എന്നുള്ള ഒരു നേട്ടം കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും ലൂക്ക മോഡ്രിച്ച് ഒക്കെ അടങ്ങിയ സംഘം ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. യുഎഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം റയൽ മാഡ്രിഡ് വീണ്ടും സ്വന്തമാക്കിയിരിക്കുന്നു.